പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. തെളിനീരിലെ തിളക്കം ഈ കഥ കേൾക്കൂ. കരിഞ്ഞുണങ്ങിയ മണ്ണിലേക്ക് നോക്കി ദീർഘനിശ്വാസം ചെയ്ത് മാധവി മുത്തശ്ശി ആ പഴയ തേക്കുമരത്തിൻ്റെ ചുവട്ടിലിരുന്നു. ചുട്ടുപൊള്ളുന്ന വേനലിൽ അവരുടെ ചുണ്ടുകൾ വരണ്ടു. 10 വയസ്സുകാരൻ രാഹുൽ മുത്തശ്ശിയുടെ മടിയിൽ തല വെച്ച് കിടക്കുകയായിരുന്നു. ദൂരേക്ക് നോക്കിയ രാഹുലിൻ്റെ കണ്ണുകളിൽ പണ്ടെങ്ങോ കണ്ട നീലപക്ഷിയുടെ ഓർമ്മകൾ തിളങ്ങി. മുത്തശ്ശി, ആ നീലപ്പൊന്മാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ? കാട്ടരുവി പൂർണ്ണമായി വറ്റിപ്പോയോ? അവൻ നേർത്ത ശബ്ദത്തിൽ ചോദിച്ചു. മുത്തശ്ശി അവൻ്റെ തലയിൽ തലോടി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ കാട്ടുപൊയ്കയുടെ അരികിലായിരുന്നു അവർ ഇരുന്നിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തണ്ണീർത്തടങ്ങളും കണ്ടൽ ചെടികളും നിറഞ്ഞ ആ പ്രദേശം ഒരു മാന്ത്രിക ലോകമായിരുന്നു. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ചെളിവെള്ളത്തെ ഈ ചെടികൾ സ്വാഭാവികമായി അരിച്ചെടുത്ത് സ്ഫടികം പോലെ ശുദ്ധിയുള്ളതാക്കി മാറ്റി ഗ്രാമത്തിലെ കിണറുകളിൽ എത്തിച്ചിരുന്നു. കാട്ടിലെ സസ്യജാലങ്ങൾ ശ്വസിച്ചപ്പോൾ അന്തരീക്ഷം തണുത്തു. മേഘങ്ങൾ കനിഞ്ഞു. ജലചക്രം ഒരു താളം പോലെ തുടർന്നു. ഭൂമിയിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രകൃതി സൗജന്യമായി നൽകിയ മരുന്നും ഭക്ഷണവും ശുദ്ധവായുവുമായിരുന്നു ആ ജൈവവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം. എന്നാൽ നഗരത്തിൽ നിന്നെത്തിയ വേട്ടക്കാരുടെ തോക്കിൻ്റെ ശബ്ദങ്ങളും മരം വെട്ടുകാരുടെ ആർത്തിയും മനുഷ്യൻ്റെ ചീത്ത സ്വഭാവങ്ങളും ആ താളം തെറ്റിച്ചു. പണത്തിനു വേണ്ടി അവർ മൃഗങ്ങളെ വേട്ടയാടി, മരങ്ങൾ വെട്ടി തടികളാക്കി കാട് കടത്തി. വന്യജീവികളുടെ എണ്ണം കുറഞ്ഞതോടെ സ്വാഭാവിക സന്തുലിതാവസ്ഥ തകർന്നു. അതിന് പിന്നാലെ ആഗോള താപനത്തിൻ്റെ ശാപം കടും വരൾച്ചയും അപ്രതീക്ഷിത പ്രളയങ്ങളുമായും ഗ്രാമത്തെ പിടിച്ചു കുലുക്കി. വൈവിധ്യങ്ങൾ നഷ്ടപ്പെട്ട ആവാസ വ്യവസ്ഥയ്ക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. മുത്തശ്ശി സങ്കടത്തോടെ അതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാടിൻ്റെ നിശബ്ദതയെ ഭേദിച്ച് ഒരു ദീനരോദനം കേട്ടത്. രാഹുൽ ഞെട്ടി ഉണർന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. മുള്ളുവേലിക്കിടയിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്ന മാൻകുട്ടി. മനുഷ്യർ വെച്ച കെണിയായിരുന്നു അത്. കെണിയിൽപ്പെട്ട് തളർന്നു വീണ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ മരണഭയമായിരുന്നു. രാഹുൽ ഓടിച്ചെന്ന് മാൻകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വംശനാശത്തിൻ്റെ വക്കിലെത്തിയ ജീവന്റെ വിറയൽ അവൻ സ്വന്തം കൈകളിൽ തൊട്ടറിഞ്ഞു. മുത്തശ്ശി, ഇതിനെ രക്ഷിക്കണേ, ഇതിൻ്റെ അമ്മയും ഇല്ലാതായിട്ടുണ്ടാവും, രാഹുൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി ചില പ്രത്യേക ഇലകൾ പറിച്ചെടുത്ത് പിഴിഞ്ഞ് ഓടിയെത്തി മുറിവിൽ പുരട്ടി. പ്രകൃതി നൽകിയ ഔഷധവീര്യം. ആ മാൻകുട്ടി പതുക്കെ കണ്ണുകൾ തുറന്ന് രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കി. വന്യജീവികളെ വേട്ടയാടി കാട് നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. അവരെ കാട്ടിൽ കടത്തില്ല എന്ന് ആ നാട്ടിലുള്ള, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആളുകൾ തീരുമാനിച്ചു. ഇനി ഈ മണ്ണിൽ ഒരു വന്യജീവിയുടെയും ചോര വീഴരുത്. ഈ കാടില്ലെങ്കിൽ നാമില്ല, ഗ്രാമത്തലവൻ ഉറക്കെ പ്രഖ്യാപിച്ചു. ആ വാക്കുകൾ ഗ്രാമത്തിൻ്റെ തിരിച്ചറിവായിരുന്നു. അന്നു മുതൽ ഗ്രാമം ഒന്നടങ്കം മാറി. അവർ വേട്ടയാടൽ പൂർണ്ണമായി അവസാനിപ്പിച്ചു. നശിച്ചുപോയ കണ്ടൽക്കാടുകളും മരങ്ങളും നട്ടുപിടിപ്പിച്ചു. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ ശേഷിയുള്ള കാട് പ്രകൃതിയുടെ പ്രതിരോധ കവചമായി. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. ഇന്ന് രാഹുൽ നഗരത്തിൽ നല്ലൊരു ജോലി, നല്ല ജീവിത സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ അവൻ ഒരിക്കലും നാടിനെ മറക്കില്ല. ഇടയ്ക്കിടെ നാട്ടിലെത്തുമ്പോൾ അവൻ്റെ മനസ്സിന് സന്തോഷം. ദൂരെ കാട്ടിൽ നിന്ന് മാനുകൾ ഭയമില്ലാതെ വെള്ളം കുടിക്കാൻ വരുന്നു. ആകാശത്ത് നീലപ്പൊന്മാൻ വെള്ളത്തിലേക്ക് പറന്നെത്തി ഊളിയിടുന്നു. രാഹുലിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യവും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ജീവജാലങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഒരേ ഒരു വഴിയാണ് പ്രകൃതി സംരക്ഷണം എന്നവനറിയാം. ആ തെളിരി നീരിലെ പ്രതിബിംബം
അവനോട് അതെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.